ആ പറടാ. എടാ, നീ ഇന്ന് നന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നോ? ആ, വീട്ടിൽ പോയിരുന്നു. എന്നിട്ടേ പറയാനുള്ളതൊക്കെ അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നന്ദുവിനെ ഞാൻ കണ്ടിരുന്നു. നിനക്കല്ലേ എന്റെ കാര്യങ്ങൾ പറയാൻ മടി. പക്ഷേ എന്റെ ആവശ്യമായി പോയതുകൊണ്ടേ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹലോ. ആ പറയടാ. അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കല്യാണത്തിന് വലിയ താല്പര്യ. നന്ദുവിനും എതിർപ്പില്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അവൾ എന്നോട് പറഞ്ഞേനല്ലോ. അതുകൊണ്ട് അളിയ, ഇനി റൂട്ട് ക്ലിയർ ആണ്. അല്ല, നീ എന്താ ഇപ്പൊ എന്നെ വിളിച്ചത്? അല്ല, നീ നന്ദുവിന്റെ വീട്ടിൽ പോയെന്ന് അറിഞ്ഞു. അതറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. ആ എടാ, പിന്നെ ഇങ്ങനൊരു സംഭവം നടന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ വെച്ച് നിനക്ക് ഞാൻ ചെലവ് ചെയ്യാം. ശരിയടാ, നീ പറഞ്ഞാ മതി, ഞാൻ വന്നോളാം. ഓക്കേടാ. നിന്നെ ഞാനിട്ട് വട്ടം കറക്കൂടാ. അവളെ ഞാൻ കുറെ ടെൻഷൻ എടുപ്പിക്കും, എന്നിട്ടേ ഒന്നിപ്പിക്കത്തുള്ളൂ. നിന്റെ വീട്ടിൽ വന്നവൻ പെണ്ണാലോചിച്ചല്ലേ? അതുപോലെ തന്നെ നിന്നോട് അവൻ പ്രണയം പറഞ്ഞല്ലോ, അതിന് ചെലവ് ചെയ്യാന്ന്. നിന്നെ കാണാൻ പരിചയപ്പെടുകയൊന്നും ചെയ്യണ്ടായിരുന്നു. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിന്റെ റൂട്ട് ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? ഇപ്പൊ എടിപിടിയുന്ന അവനുമായിട്ടുള്ള കല്യാണം നടത്തായിരുന്നു. എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിലും ശരി, നവീൻ ഏട്ടനെ എനിക്ക് ആ രീതിയിലൊന്നും കാണാനൊന്നും പറ്റില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. പിന്നെ നീ ഇപ്പോ എന്നെ പരിചയപ്പെടണ്ടായിരുന്നു എന്ന് പറഞ്ഞതോ? എങ്കിൽ എന്റെ ടെൻഷൻ കുറഞ്ഞു കിട്ടിയേനെ. നിന്നെ ഇഷ്ടപ്പെട്ടതിന്റെ പേരില് കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് എനിക്ക് ഒരു മനസമാധാനവും കിട്ടിയിട്ടില്ല. പലപ്പോഴും ഇത് കാരണം എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടുക. ഞാൻ ഇഷ്ടപ്പെട്ട പ്രൊഫഷനാണ് ഞാൻ സ്വീകരിച്ചത്. അതൊക്കെ ആയിട്ട് ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കേണ്ടതാ. എടീ, എന്റെ കാര്യം അങ്ങനെ തന്നെയാ. നിന്നെ കണ്ടതുകൊണ്ടാ നിന്നെ ഞാൻ പ്രേമിച്ചത്. അത് കാരണം നിന്റെ അത്രത്തോളം പോലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ദേ, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നവീൻ നിന്നോട് അവന്റെ മനസ്സിലുള്ളത് പറയോ ഇല്ലയോ എന്ന ഭയത്തിലായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പോ നിന്നോട് മാത്രമല്ല, നിന്റെ വീട്ടുകാരോടും പറഞ്ഞു. അവനെപ്പോലൊരുത്തൻ നിന്റെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിച്ചാ നിന്റെ അച്ഛനും അമ്മയും അത് വേണ്ടാന്ന് വെക്കോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നമ്മളെ തമ്മിൽ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് സമാധാനത്തോടെ ജീവിക്കായിരുന്നു.